ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ ശശികല ടീച്ചറുടെ പോസ്റ്റ് കണ്ടായിരുന്നോ? എന്താ കാണാഞ്ഞേ? കാണല്ലോ. നമ്മുടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ ഒട്ടകം എന്നൊക്കെ വിളിച്ചിട്ട് പലരും കളിപ്പിക്കുന്നുണ്ട്. ചെയ്യാൻ പാടില്ല, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്, അത്യാവശ്യം വിവരമുള്ള ഒരു ആളാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത, അതായത് ഒരു ഇലക്ഷൻ സമയത്ത് ഒരു സ്ഥാനാർത്ഥി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ് പലരുടെയും സംശയവും ചോദ്യവും. എന്താണത്? അമ്പലമോ അല്ലെങ്കിൽ പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ അങ്ങനെ ഏതെങ്കിലും ആരാധനാലയവും മറ്റും ഇവരുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇദ്ദേഹം ഉപയോഗിച്ചു. 2 ക്ഷേത്രങ്ങളാണ് ഉപയോഗിച്ചത്. ഒന്ന് കൊടുങ്ങല്ലൂര്, 2 ഗുരുവായൂർ ക്ഷേത്രം. പറയുക മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ മഹത്തായ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല എന്നടക്കമുള്ള വർഗീയ വർത്തമാനം പറയുകയും ചെയ്തു. ഞാൻ ഇവിടെ മത്സരിക്കാൻ വന്നത് ഭഗവാൻ കൃഷ്ണൻ വിളിച്ചിട്ടാണ് എന്നുകൂടി ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ, ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു വർത്തമാനങ്ങൾക്കെതിരെ കേസുമായിട്ട് ഒരു KSUകാരൻ പോയിട്ടുണ്ട്. നല്ല കാര്യം, അവിടെ നടക്കട്ടെ. ഇനി ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ഇതൊരു വർഗീയ വർത്തമാനമാണെന്ന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെയൊന്നും വോട്ട് ചെയ്യൽ ശരിയല്ല. ഒരു സ്ഥലത്ത് ഒരു അമ്പലം ഉണ്ടെന്ന് വിചാരിച്ച് ആ പ്രദേശത്ത് ഹിന്ദുക്കൾ മാത്രമേ MLA ആവാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് എന്തൊരു വർഗീയ വർത്തമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ അവിടെ MLA ആവാൻ പാടുള്ളൂ. നോക്കി, എൻ്റെ നാട്ടില് പള്ളിയും എന്താ പറയുക, ക്രിസ്ത്യൻ പള്ളിയും ഹിന്ദു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ എന്താക്കൂ? ഇതെല്ലാം 3 കൂടി ഉണ്ടാക്കപ്പെട്ട വല്ല മനുഷ്യന്മാരുണ്ടോ? 3 ജാതിയിലും കൂടി ആകെ കലിസിമേനായപ്പെട്ട മനുഷ്യന്മാരൊന്നും ഇല്ലല്ലോ. എന്തായാലും ശശികല ടീച്ചറുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഗുരുവായൂർ മാത്രമല്ല, പട്ടാമ്പിയിലും തഥൈവ 48% ഹിന്ദു ജനസംഖ്യ. 48 ഇവർ അപ്പത്തിന് ശതമാന കണക്കൊക്കെ എടുത്തുട്ടാ. കഴിഞ്ഞ 35 കൊല്ലമായി പട്ടാമ്പി മണ്ഡലം മതേതരമാണ്. അതായത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം. MLAയുടെ മതം പ്രശ്നമല്ല, പക്ഷേ എന്തേ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നു? എങ്ങനെയുണ്ടാ? എന്തുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രം അവിടെ മത്സരിക്കുന്നു? എന്താണ് അവിടെ ഒരു ഹിന്ദു മത്സരിക്കാത്ത എന്നാണ് ആയമ്മയുടെ ചോദ്യം. അതായത് നമ്മുടെ കേരളത്തെ ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യൻ എന്നൊക്കെ പേരില് ഇങ്ങനെ വെവ്വേറെ കഷ്ണങ്ങളായിട്ട് നിർത്തണം. പട്ടാമ്പി മുഴുവൻ ഹിന്ദുക്കള്, മലപ്പുറം മുഴുവൻ മാപ്പിളാര്, തൃശ്ശൂര് മുഴുവൻ ഹിന്ദുക്കള്, ഗുരുവായൂർ മുഴുവൻ ഹിന്ദുക്കള് എന്നൊക്കെ രീതിയില് അങ്ങോട്ട് മതപരമായിട്ട് അങ്ങോട്ട് വെട്ടിത്തിരുത്തി ഒരു 10, 15, 100 കഷ്ണങ്ങളാക്കി തീർക്കണം എന്നാണ് ശശികല ടീച്ചർ അടക്കമുള്ള, ഗോപാലകൃഷ്ണൻ ചേട്ടൻ അടക്കമുള്ള ആളുകളുടെ ഒരു ആഗ്രഹം. അവരൊരു ആഗ്രഹമാണ്. പാലക്കാട് 28% താഴെയാണ് മുസ്ലിം ജനസംഖ്യ. ഒരു കണക്കു നോക്കൂട്ടാ. എന്നിട്ടും എന്തുകൊണ്ട് ഷാഫി അവിടെ മത്സരിപ്പിച്ച കോൺഗ്രസിന് പട്ടാമ്പി ലീലാ ദാമോദരന് ശേഷം ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടായില്ല? എങ്ങനെയുണ്ട്? അവിടെ മുസ്ലിം ജനസംഖ്യ വെറും 28% അവിടെ എന്തുകൊണ്ട് ഷാഫി എന്നാണ്? എൻ്റെ പൊന്നു ടീച്ചറെ, നിങ്ങൾ ഈ പറഞ്ഞ ഷാഫി അവിടെ അദ്ദേഹം മുസ്ലിം ആണെന്നോ അദ്ദേഹം ഹിന്ദു ആണെന്നോ നോക്കാതെ ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. ആളുകൾ മനുഷ്യരായിട്ട് കാണാനാണ് അവിടെയുള്ള ആളുകൾക്ക് ശ്രമിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഹിന്ദു എന്നും മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരെ, നിങ്ങളിതൊന്ന് മനസ്സിലാക്കണം. ഇത്തരം ആളുകൾ വിഷവിത്തുക്കളുടെ വിഷവാക്കുകളൊന്നും നിങ്ങൾ വീണു പോകരുത്. എന്തായാലും CPI ഇതിനിടെ ഒരു വട്ടം മാത്രം ഒരു സുരേഷ് കുമാറിനെ മത്സരിപ്പിച്ചു. ഹിന്ദു ആയല്ലോ. 8 തവണക്കിടയിൽ മതേതരത്വം കി ജയിൽ എന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ്. ഇതെന്ത് തേങ്ങണ മൂട്ടത്തെ കളിപ്പിക്കലായാലും ഇത്തരം വിഷവിത്തുകളുടെ വാക്കുകളൊക്കെ നമ്മുടെ കേരളം അർഹിക്കുന്ന രീതിയിൽ തള്ളിക്കളയണം. ഇതൊക്കെ അജാതി വിഷവർത്തമാനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കേരളം മതപരമായിട്ട് ഇങ്ങനെ വർഗീകരിക്കപ്പെടാൻ തുടങ്ങിയാൽ എന്താവും? ഒരു അമ്പലം ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഒരു MLA ഹിന്ദു തന്നെ ആവണം എന്നുള്ള വാശി പിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആലോചിച്ച് നോക്ക്. നമ്മുടെ കേരളം എത്ര മലീമസപ്പെടും? അങ്ങനെ മലീമസപ്പെട്ട ഒരു കേരളത്തെയാണ് ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ, ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതിനാൽ ഇവരെ പുറത്താക്കേണ്ടത്, വിരലിൽ മഷിമുക്കി പുറത്താക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. മറന്നു പോകരുത്. ബൈ.